ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 4 ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു. ചിങ്ങം രാശിയിൽ കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അങ്ങനെ ശുക്രനും കേതുവുമായിട്ടുള്ള യോഗം ചിങ്ങരാശിയിൽ വരുന്നു. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ജൂലൈ 4 ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നത്. അപ്പോൾ ആഗസ്റ്റ് 2 വരെ ആ ശുക്രൻ ചിങ്ങം രാശിയിലുണ്ടാകും. ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവുമായിട്ട് യോഗം വരുന്ന സമയമാണ്. ഇപ്പോൾ നമുക്കറിയാം, ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ രാശിയാണ്. അധികാരത്തിൻ്റെയും ക്രിയേറ്റിവിറ്റിയുടെയും രാശി എന്ന് പറയാം. അതുപോലെ അവിടത്തേക്കാണ് സുഖത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും റിലേഷൻഷിപ്പിൻ്റെയൊക്കെ ഗ്രഹമായ ശുക്രൻ രാശി മാറുന്നത്. ഇപ്പോൾ ശുക്രന് കേതുവുമായിട്ട് യോഗം വരുന്നു. അപ്പോൾ ചില കാര്യങ്ങളിൽ ചെറിയ കെയർ വേണ്ടി വരും. പൊതുവേ നമുക്ക് വ്യക്തിബന്ധങ്ങളിലെ പ്രയാസങ്ങൾ നമുക്ക് നല്ല സംസാരത്തിലൂടെ, അനുരഞ്ജനത്തിലൂടെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ അത് പരിഹരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി തർക്കങ്ങളിൽ ഇടപെട്ട് അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സമയമായിരിക്കും. ക്രിയേറ്റീവ് തലത്തിൽ ശോഭിക്കും. പൊതുവേ നമുക്ക് കലാതലത്തിലൊക്കെ മികവ് പ്രകടിപ്പിക്കാനാകും. ബിസിനസ്സിൽ, സ്പെക്കുലേറ്റീവ് തലത്തിൽ, പഠനത്തിൽ, ഇവയ്ക്കൊക്കെ നമുക്ക് പ്ലാനും തന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിക്കുന്നതിന് അനുകൂല സമയമാണ്. ഇത് പൊതുവായിട്ട് ചിങ്ങം രാശിയിൽ ശുക്രൻ വരിക വഴി ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയാം. പക്ഷേ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ചിങ്ങം രാശിയിലേക്ക് ശുക്രൻ വരുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും സ്വാധീനിക്കുന്നത്. അത് എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള രാശി മാറ്റത്തിൻ്റെ പ്രഭാവങ്ങൾ എന്തൊക്കെയാവും നോക്കാം. ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക്, അതുപോലെ മേടലഗ്നം വന്നിട്ടുള്ളവർക്ക് എങ്ങനെയായിരിക്കും ശുക്രൻ ചിങ്ങം രാശിയിൽ വരുന്നത് ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് 2ാം ഭാവാധിപനാണ്, അതുപോലെ 7ാം ഭാവാധിപനുമാണ്. അപ്പോൾ 2, 7 ഭാവാധിപനായ ശുക്രനാണ് ജൂലൈ 4 5ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ആ ശുക്രൻ 5ാം ഭാവരാശിയിലുണ്ടാകും. 5 ഇപ്പോൾ കേതു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ആ ശുക്രനും കേതുവായിട്ടുള്ള യോഗം 5 വരികയാണ്. ഇപ്പോൾ നമുക്ക് ഈ 2ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 5 വരിക എന്ന് പറയുമ്പോൾ ധനപരമായ കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കും. ബുദ്ധിപൂർവമായിട്ട് ആ ധനം കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ് ഈ സമയത്തുണ്ടാകും. അതുപോലെ സ്പെക്കുലേറ്റീവ് തലത്തിൽ ധനനേട്ടം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കുടുംബാവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ക്രിയേറ്റീവ് വർക്കിലൊക്കെ വളരെ തിളങ്ങാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ കഴിവുകൾ നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സമയം എന്ന് പറയാം. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കലാകാരന്മാർ, ചിത്രകലാപ്രവർത്തകർ, നർത്തകർ, സംഗീതജ്ഞർ, അതുപോലെ അധ്യാപകർ, ഇപ്പോൾ ഇത്യാദി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കലാതലങ്ങളിലുള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സന്താനങ്ങളുമായിട്ടൊക്കെ സമയം ചെലവാക്കുന്നതിനുള്ള ഒരു
സാഹചര്യം കൂടെ കാണുന്നുണ്ട്. അവരുമായിട്ടൊക്കെ കൂടുതൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവരുടെ പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കൊടുത്ത് അങ്ങനെ പോകുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉപാസനാദി കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൂടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ അതുപോലെ ജന്മരാശ്യാധിപൻ ആയിട്ടുള്ള ചൊവ്വ 5 ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. ഇപ്പോൾ ശുക്രനും 5 നിൽക്കുകയാണ്. അപ്പോൾ ആ ചൊവ്വയും ശുക്രനുമായിട്ടുള്ള ആ ഒരു ബന്ധം 5 വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പ്രണയ ചിന്തകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കമിതാക്കൾക്ക് സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചിലർക്ക് പ്രണയബന്ധം ചിലപ്പോൾ വിവാഹത്തിലേക്ക് എത്തിപ്പെടുന്നതിനും സാധ്യത കാണുന്നു. ഈ ശുക്രൻ 7ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 7ാം ഭാവാധിപനെ ശുക്രൻ 5ലേക്ക് വരികയാണ്. അത് 7ാം ഭാവത്തിൻ്റെ നേട്ടമാണ്. 11ാം സ്ഥാനമാണ് ഈ 5ാം ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് തലത്തിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ജീവിത പങ്കാളി വഴിയൊക്കെ ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. സന്താനങ്ങൾ വഴിയും നമുക്ക് നേട്ടത്തിന് സാധ്യത കാണുന്നു. അപ്പോൾ ദാമ്പത്യ ബന്ധത്തിലും സുഖം സന്തോഷം ഒക്കെ ഉണ്ടാകാവുന്ന സമയം കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ബിസിനസ്സുകാർക്ക് ബിസിനസ് എക്സ്പാൻഷനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് 7ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 11ലാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പൊതുവെ ഒരു സന്തോഷത്തിൻ്റെ സമയം എന്ന് പറയാം. അതുപോലെ നമുക്ക് ഈ തൊഴിലിൽ സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽ മാറ്റം, അതുപോലെ വിവിധ സോഴ്സുകളിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ്. ഇപ്പം ശുക്രൻ 11 ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. ഇപ്പം 11 ശുക്രൻ്റെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും 11 രാഹു നിൽക്കുന്ന സമയമാണ്. ശുക്രൻ്റെ ദൃഷ്ടി 11 വരുന്നുണ്ട്. അപ്പോൾ പല സോഴ്സിൽ നിന്ന് നമുക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ശുക്രന് കേതുവുമായിട്ടൊക്കെ യോഗം 5 വരുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ചിലർക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പോൾ ആഹാരത്തിലൊക്കെ ഒരു കെയർ കൊടുത്തു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റ സമയത്ത് വേണ്ടി വരുന്നത്. ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ശുക്രൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ രോഹിണി മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ശുക്രൻ ജന്മലഗ്ന രാശിയാധിപനാണ്. അതുപോലെ തന്നെ 6ാം ഭാവാധിപനുമാണ് ശുക്രൻ. ആ ശുക്രൻ ജൂലൈ 4 അവരുടെ സുഖസ്ഥാനത്ത് 4ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ആ ശുക്രൻ 4ാം ഭാവരാശിയിലുണ്ടാകും സുഖസ്ഥാനത്ത്. 4 കേതു ഉണ്ട്. അപ്പം 4 ആ ശുക്രനും കേതുവുമായിട്ടുള്ള യോഗവും വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ 4 വരുമ്പോൾ കുടുംബത്തിൽ നമുക്ക് വളരെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്ന സമയമാണ്. പ്രോപ്പർട്ടി വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ 4 കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും ആ ശുക്രൻ്റെ സ്ഥിതിക്ക് കഴിയും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ശുക്രൻ 6ാം ഭാവാധിപനും കൂടെയാണ്. ഈ 6ാം ഭാവാധിപനെ ശുക്രൻ 4ലേക്ക് വരിക എന്ന് പറയുമ്പോൾ കുടുംബ ബാധ്യതയൊക്കെ ചിലപ്പോൾ കൂടുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നമുക്ക് അമിതമായിട്ടുള്ള ചിലവ് ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അവിടെ ഒരു ശ്രദ്ധ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ വർക്കിലൊക്കെ ഒരു സ്ട്രെസ്സിന് സാധ്യതയുണ്ട്. അത് ഫാമിലി റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഫാമിലിയെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം.
തൊഴിലിടത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സ് ഫാമിലിയെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേസമയം 6-ാം ഭാവാധിപൻ 4-ൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഫ്രം ഹോം ബേസിസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചില ഗുണാനുഭവം പ്രതീക്ഷിക്കാം. അതുവഴിയൊക്കെ സാമ്പത്തിക നേട്ടവും അവർക്ക് ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പം കുടുംബത്തിൽ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. ശുക്രൻ 4-ൽ വരുമ്പോൾ കുടുംബ സംബന്ധമായ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധ കൂടുന്നു. അതായത് കുടുംബത്തിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമം ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. ചിലപ്പോൾ വീട് നവീകരിക്കുന്നതിനുള്ളൊരു ശ്രമം ഈ സമയത്തുണ്ടാകാം. ചിലപ്പോൾ പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ സമയമാണ്. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ്. ഇപ്പോൾ 4-ലൊക്കെ ആ കേതു നിന്നപ്പോൾ നമുക്കതിലൊരു താല്പര്യക്കുറവൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ശുക്രൻ്റെ വരവോടുകൂടി അതിനുള്ള സാധ്യത കാണുന്നു. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് മറ്റു ബന്ധുക്കളുമായിട്ടൊക്കെ നല്ല ബന്ധം നമുക്ക് ഈ സമയത്ത് ഉണ്ടാകാം. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അനുകൂലമായ സമയം എന്ന് തന്നെ പറയാം. അതുപോലെ കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ചു കൂടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് കുടുംബ അംഗങ്ങളുമായിട്ട് ഒന്നിച്ച്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ആലസ്യമൊക്കെ മാറി പഠനത്തിലൊക്കെ ആത്മവിശ്വാസം ഉണ്ടാകാവുന്നൊരു സമയം കൂടിയാണ്. ചൊവ്വ 12-ാം ഭാവാധിപനാണ്. ചൊവ്വ 4-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് 12-ാം ഭാവാധിപനായ ചൊവ്വയാണ് 4-ലേക്ക് ദൃഷ്ടി വരുമ്പോൾ കുടുംബ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കണം. പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത അനാവശ്യ ചെലവൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക. ശുക്രൻ 10-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് തൊഴിലിടത്ത് ഉള്ള ടെൻഷൻസ് ഒക്കെ മാറും. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. തൊഴിലിൽ നമുക്ക് ആഗ്രഹിക്കുന്ന തലത്തിൽ ഒരു പൊസിഷൻ സുഖാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തൊഴിലിടത്ത് റെപ്യൂട്ടേഷനും സാധ്യതയുള്ള സമയമാണ്. തൊഴിലിടത്ത് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ ശുക്രൻ്റെ ആ 10-ലെ ദൃഷ്ടി എന്ന് പറയുന്നത് കർമ്മസംബന്ധമായിട്ട് സുഖാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ മകൈര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, അതുപോലെ പുണർത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ വരുന്നവർ. ഇപ്പോൾ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ശുക്രൻ 5-ാം ഭാവാധിപനാണ്. അതുപോലെ 12-ാം ഭാവാധിപനുമാണ്. ആ ശുക്രൻ ജൂലൈ 4-ന് അവരുടെ 3-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ശുക്രൻ 3-ാം ഭാവരാശിയിലുണ്ടാകും. 3-ലിപ്പോൾ കേതു ഉണ്ട്. ആ കേതുവും ശുക്രനുമായിട്ടുള്ള യോഗം 3-ാം ഭാവരാശിയിൽ വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ 5-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 3-ലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് കൂടുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ വർക്കിലൊക്കെ ടാലൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. നല്ല രീതിയിലൊക്കെ സംസാരിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ ആത്മീയ വിഷയങ്ങൾ സംസാരിക്കുന്നവർ, അതിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നവർ, അവർക്കൊക്കെ ഗുണാനുഭവം കൂടുന്ന സമയമാണ്. അതേസമയം ശുക്രൻ 12-ാം ഭാവാധിപനും കൂടിയാണ്. ഈ 12-ാം ഭാവാധിപനായതുകൊണ്ട് കൂടുതൽ ഭാവന ലോകത്തൊക്കെ വികരിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. അപ്പോൾ മറ്റുള്ളവരെയൊക്കെ സഹായിക്കണമെന്നൊരു തോന്നൽ ഈ സമയത്തുണ്ടാകാം. സ്പിരിച്വൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ കൂടുതൽ വായിക്കുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സാധ്യത കൂടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 12-ാം ഭാവാധിപൻ 3-ൽ
നിൽക്കുകയാണ്. അതുപോലെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്കിൻ്റെ സമയമായിരിക്കും. ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഗുണാനുഭവം ഉണ്ടാകും, കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് കൂടും. അപ്പോൾ അതിലൊക്കെ നമുക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ്. അതുപോലെ തന്നെ മൂന്നാം ഭാവരാശിയിലൊക്കെ ആ ശുക്രൻ വരുമ്പോൾ, ഇപ്പോൾ കേതുവൊക്കെ മൂന്നിൽ നിൽക്കുന്ന സമയമാണ്. ശുക്രൻ അവിടെ വരുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ മെച്ചപ്പെടാവുന്ന സമയമാണ്. അതുപോലെ തന്നെ എഴുത്തുകാരായാലും പ്രഭാഷകരായാലും മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയാലും ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ ഈ ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അതുപോലെ അങ്ങനെ ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ശുക്രൻ ഈ മൂന്നാം ഭാവരാശിയിലേക്ക് മാർഗ വഴി ഉണ്ടാകാവുന്ന ഫലങ്ങൾ. അതുപോലെ നമുക്ക് നമ്മുടെ ഉള്ളിലെ ആശയങ്ങൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെ, കലകളിലൂടെ, അത് കലകളെന്ന് പറയുമ്പോൾ അത് ചിത്രകലയാകാം, സംഗീതമാകാം, കവിതയാകാം, ഗാനങ്ങളാകാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ, എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സമയം കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പൊതുജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതിനും ഇപ്പോൾ നമ്മുടെ കഴിവുകൾ പൊതുജനങ്ങൾ അംഗീകരിക്കുന്നതിനും സാധ്യതയുള്ള സമയം കൂടിയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഒരു സ്വീകാര്യത ലഭിക്കുന്ന സമയം എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ പുതിയ സൗഹൃദങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ ഒക്കെ നമ്മുടെ കഴിവ് വഴി നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന സമയമാണ്. കുടുംബത്തിൽ പ്രത്യേകിച്ച് സഹോദരങ്ങളുടെയൊക്കെ കാര്യത്തിൽ അല്പശ്രദ്ധ കൊടുക്കണം. അവരുടെ ക്ഷേമത്തിനും അതുപോലെ അവരുടെ സന്തോഷത്തിനും വേണ്ടിയൊക്കെ പ്രവർത്തിക്കാവുന്ന സമയവും കൂടിയാണ്. പൊതുവെ നമുക്ക് അയൽവക്കക്കാരുമായിട്ടൊക്കെ ഉള്ള ആ ഒരു ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വിദ്യാർത്ഥികൾക്ക് അല്പം ഊർജ്ജസ്വലതയൊക്കെ ഈ സമയത്ത് കൂടാവുന്ന സമയമാണ്. അവരുടെ ക്രിയേറ്റീവ് ടാലൻ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. അതുപോലെ കലാ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയമായിരിക്കും. അവയിലൊക്കെ അവർക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ്. അതുപോലെ എഴുത്തിലായാലും പ്രസംഗത്തിലായാലും വിദ്യാർത്ഥികൾ തിളങ്ങുന്ന സമയമായിരിക്കും. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ അവർക്ക് കഴിയും. അതുപോലെ തന്നെ ചിലപ്പോൾ കൂട്ടുകാരുമായിട്ടൊക്കെ ഹ്രസ്വ യാത്രകളൊക്കെ ഈ സമയത്ത് പ്ലാൻ ചെയ്തു എന്ന് വരാം. അതുപോലെ ശുക്രൻ 9 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 9 രാഹുവുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ താല്പര്യം കൂടുന്ന സമയമായിരിക്കും. ഉന്നത പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ നയതന്ത്ര വർക്ക് ചെയ്യുന്നവർക്കെല്ലാം അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ നോക്കാം. കർക്കിടകക്കൂറുകാരെന്ന് പറയുമ്പം പുണർത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം, പൂയം, അതുപോലെ ആയില്യം നക്ഷത്രക്കാരാണ്. ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് 4ാം ഭാവാധിപനാണ്. അതുപോലെ 11ാം ഭാവാധിപനുമാണ്. അപ്പോൾ ഈ 4ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ 4-ന് അവരുടെ 2ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ആ ശുക്രൻ 2ാം ഭാവരാശിയിൽ ഉണ്ടാകും, ധനസ്ഥാനത്തുണ്ടാകും. 2-ൽ കേതു ഉണ്ട്. ആ കേതുവും ശുക്രനുമായിട്ടുള്ള യോഗം 2-ൽ വരുന്നുണ്ട്. അപ്പോൾ ശുക്രൻ 4ാം ഭാവാധിപനാണ് എന്നുള്ളത് കൊണ്ട് ആ 4ാം ഭാവാധിപൻ 2-ലേക്ക് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഫാമിലിയിൽ കമ്മിറ്റ്മെൻറ്റ് കൂടാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിനായിട്ട് നമുക്ക് പണം ചെലവ് ചെയ്യുന്ന സമയമായിരിക്കും. പണച്ചെലവ്, കുടുംബ ആവശ്യങ്ങൾക്ക് വേണ്ടി സുഖച്ചെലവ് കൂടാവുന്ന സമയമാണ്. അപ്പം കുടുംബത്തിനായിട്ട് ചിലപ്പോൾ നമ്മൾ കരുതലുകളും ഉണ്ടാകാം. സമ്പാദ്യം, കുടുംബത്തിന് വേണ്ടിയുള്ള സമ്പാദ്യവും ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം ശുക്രൻ 11ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 11ാം ഭാവാധിപൻ 2-ലേക്ക് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നേട്ടങ്ങളുണ്ടാകും, ധനനേട്ടം ഉണ്ടാകും. നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക് വഴി, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വഴി ഒക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ ധനാർജനമൊക്കെ കൂടാവുന്ന സമയമാണ്. നമ്മുടെ സ്പീച്ച് വഴി
നമ്മുടെ പ്രസംഗം വഴി, നമ്മുടെ എഴുത്തു വഴി ഒക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാകും. അപ്പോൾ കുടുംബത്തിനായിട്ടുള്ള ആഗ്രഹങ്ങൾ, കുടുംബത്തിനു വേണ്ടി അല്ലെങ്കിൽ കുടുംബകാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ളൊരു ശ്രമം ഈ സമയത്തുണ്ടാകും. ചിലപ്പം ഭവനം നവീകരിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. പ്രോപ്പർട്ടി വാങ്ങുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങളായിരിക്കും ഈ സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ 2ാം ഭാവാധിപൻ യഥാർത്ഥത്തിൽ 12 സഞ്ചരിക്കുന്ന സമയമാണ്, പ്രത്യേകിച്ച് ജൂലൈ പകുതി വരെ. അതുപോലെ അപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ധനച്ചെലവിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കടം കൊടുക്കുന്നവർ, അതുപോലെ ബാങ്കിങ് ബിസിനസ് നടത്തുന്നവർ, അതുപോലെ കുടുംബ ബിസിനസ്, റിയൽ എസ്റ്റേറ്റുകാർ, അതുപോലെ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ 2 ശുക്രൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ കൂറുകാർ അവരുടെ ആശയങ്ങൾ നല്ല രീതിയിൽ സദസ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും. ഇപ്പം കേതു അവിടെ നിൽക്കുക വഴി ഉണ്ടാകുന്ന ആ ഒരു ദോഷാനുഭവങ്ങൾ കുറയ്ക്കാൻ ആ ശുക്രൻ 2ലേക്ക് വരുന്നത് വഴിതെളിക്കും. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ഇൻ്ററാക്ഷൻ, പൊതുജനങ്ങളുമായിട്ടായാലും അങ്ങനെയുള്ള ഇൻ്ററാക്ഷനിലൊക്കെ നമുക്ക് വിജയം കൈവരിക്കാം. ക്രൈസിസൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും. താത്വികപരമായിട്ടും മതപരമായിട്ടും അറിവ് കൂടുന്ന സമയമാണ്. അപ്പം പൊതുവേ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിനൊക്കെ തിളക്കം ഉണ്ടാകുന്ന സമയമായിരിക്കും. നല്ല ആഹാരം അതുപോലെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ശ്രമം ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഈ സമയത്തുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഈ കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ ഈ സമയത്ത് കൂടും. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാലൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള സമയം കൂടെ ആയിരിക്കും. പൊതുവെ എഴുത്ത്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ടീച്ചിങ്, ഇവയിലൊക്കെ തന്നെ തിളങ്ങാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ ജോയിൻ്റ് അസറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. അപ്പോൾ ദീർഘകാല ധനാഗമനം ഉറപ്പുവരുത്തുന്നതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ അഷ്ടമത്തിലേക്ക് ആ ശുക്രൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അഷ്ടമത്തിൽ രാഹു നിൽക്കുന്ന സമയം കൂടെയാണ്. ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഈ സമയത്ത് ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.